ഹായ് ഗായ്സ്, ഡി എസ് ലേഷൂർ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ബീട്രൂട്ട് തോരനാണ് വെക്കാൻ പോകുന്നത്. എങ്ങനെയാണ് വെക്കുന്നതെന്ന് കണ്ടു നോക്കാം. ബീട്രൂട്ട് പൊരിയല് എണ്ണ ഒഴിച്ച് அவங்களும் குளிச்சுட்டு வந்துட்டாங்க. நான் சொன்னேன் கொஞ்சம் முடிஞ்ச சீக்கிரம் இருக்க சொல்லி. കടുക് ഇട്ട് നമ്മൾ കടുകൊന്ന് പൊട്ടിക്കണം. അയ്യോ താഴെ കടുക് പൊട്ടി നമുക്ക് ഇനി ഇതിലോട്ട് ഇട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതും കൂടി ഇടാം. നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിൽ കരിവേപ്പിലയുടെ കാര്യം പറയാൻ പറഞ്ഞു. ഈ കരിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടാ. നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് വന്നിട്ട് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഇനി അതുകൊണ്ട് നന്നായിട്ട് ഇളക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ചുപ്പ് ആവശ്യത്തിനുള്ളത്. വേവുമ്പോഴത്തേക്ക് ഉപ്പ് പിടിക്കത്തില്ല അല്ലെങ്കിൽ. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ഒരു 1.5 സ്പൂണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഞാൻ ചെറിയ സ്പൂണാണ്. അവിടെ ഉപ്പിന് നമുക്ക് ഉപ്പ് എത്ര ആവശ്യമുണ്ടോ അത്ര മാത്രം ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് കൊത്തി ഇങ്ങനെ വെച്ച് അടച്ച് വെച്ച് വേവിക്കാം. കൊത്തി ഇങ്ങനെ വെച്ച് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒന്ന് ഇതാവട്ടെ. നമ്മുടെ ബീട്രൂട്ട് ഏകദേശം വെന്തു. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയിടാം കേട്ടോ. തേങ്ങ നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ പിന്നെ തേങ്ങ എനിക്ക് വേറൊരു കറിയും കൂടി വെക്കാനുണ്ടായതുകൊണ്ട് അതിനും കൂടി ചേർത്താണ് തിരിഞ്ഞേക്കുന്നത് കേട്ടോ. അത്രയും മതിയായിരുന്നു. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇച്ചിരി മുളക് പൊടി. ഇനി ഇത് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കണേ. എല്ലാവരും പിടിക്കുന്നതൊക്കെ ഇളക്കി വെച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് പിന്നെ ഒന്നുകൂടി ഒന്ന് വേവിക്കണം. ഇത്രയേ ഉള്ളൂ. വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമ്മുടെ ബീട്രൂട്ട് ഏകദേശം വെന്തു. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയിടാം കേട്ടോ. തേങ്ങ നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ പിന്നെ തേങ്ങ എനിക്ക് വേറൊരു കറിയും കൂടി വെക്കാനുണ്ടായതുകൊണ്ട് അതിനും കൂടി ചേർത്താണ് തിരിഞ്ഞേക്കുന്നത് കേട്ടോ. അത്രയും മതിയായിരുന്നു. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇച്ചിരി മുളക് പൊടി. ഇനി ഇത് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കണേ. എല്ലാവരും പിടിക്കുന്നതൊക്കെ ഇളക്കി വെച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് പിന്നെ ഒന്നുകൂടി ഒന്ന് വേവിക്കണം. ഇത്രയേ ഉള്ളൂ. വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഇനി അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡിയായി. ബീട്രൂട്ട് തോരനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമുക്ക് ബീട്രൂട്ട് തോരൻ നന്നാ ഇറക്കാം. ഇതിനിപ്പോ വേറെ ജോലിയൊന്നുമില്ല. ഇനിയിപ്പോ അതെടുത്ത് എൻ്റെ ഈ തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറക്കല്ലേ ഗായ്സ്. ടാറ്റാ ബൈ ബൈ. ഇനിയൊരു വീഡിയോ അടുത്ത വീഡിയോ കാണുന്നത് വരയ്ക്കും. ടാറ്റാ ബൈ ബൈ. സീ യു. രീതിയിൽ സൊതി എന്ന് പറയും. പുളിയാണോ എന്നൊക്കെ പറയും ഇവര്. സൊതിയാണ്. അത് വെക്കാൻ പോവാം. നമുക്കിനി അത് വെക്കാം. നമുക്കിത് ഇറക്കാം കേട്ടോ.